ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 120 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. അതിനെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി മാറ്റിയാൽ ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എത്ര? ഇവിടെ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 120 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് നൽകിയിട്ടുണ്ട്. അതിനെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി മാറ്റിയാൽ ഓരോ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എത്രയെന്ന് കണ്ടെത്തണം. അപ്പോൾ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്നതിനുള്ള സൂത്രവാക്യം 4πr² ആണ് ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം. അതേസമയം അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 3πr². 3πr². അപ്പോൾ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 4πr² ആയതുകൊണ്ട് നമുക്ക് 4πr² = 120 എന്നെടുക്കുക. ഇതിൽ നിന്ന് πr² വാല്യൂ കണ്ടുപിടിക്കാം. അതിനായിട്ട് 4 കൊണ്ട് 120നെ ഡിവൈഡ് ചെയ്താൽ മതി. πr² = 120/4 = 30. ഇനി ഇതുപയോഗിച്ച് നമുക്ക് അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമായ 3πr² കാണാം. 3 × πr² വാല്യൂ 30, അതായത് 90 സെൻറ്റിമീറ്റർ സ്ക്വയറിന് വരും. ശരി ഉത്തരം ഓപ്ഷൻ എ 90. x - 1/x = 2 ആയാൽ x² + 1/x² = നമുക്കിവിടെ x - 1/xൻ്റെ വാല്യൂ നൽകിയിട്ടുണ്ട്. x² + 1/x² എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് x - 1/xൻ്റെ സ്ക്വയർ എടുക്കാം. x - 1/x ² x - 1/xൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് ഇത് 2² അല്ലെങ്കിൽ 4 എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഓർക്കുക, a - b² = a² + b² - 2ab ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x² പ്ലസ് ബിയുടെ സ്ഥാനത്ത് 1/x, അപ്പോൾ 1/xൻ്റെ സ്ക്വയറാണ്, അതായത് 1/x² എന്ന് വരും, -2 × x × 1/x = 4 എന്ന് വരും. ഇവിടെ എക്സും 1/xഉം ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യുക. ഈ എക്സുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇത് x² പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ, ഡിനോമിനേറ്ററിലെ എക്സിൻ്റെ സ്ക്വയർ x². അപ്പോൾ 1/x² - 2 = 4 എന്നാവും. നമുക്ക് വേണ്ടത് ഇതിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഈ രണ്ടിനെയും കൂടെ വശത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ x² + 1/x² = 4 + 2 = 6 എന്ന് വരും. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം 6. ശരി ഉത്തരം ഓപ്ഷൻ സി. 8:2 512:. അപ്പോൾ 8ഉം 2ഉം തമ്മിലുള്ള അതേ ബന്ധം ഉപയോഗിച്ച് 512ൻ്റെ കൂടെ വരുന്ന നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, 8 എന്നുള്ളത് 2ൻ്റെ ക്യൂബാണ് 8, അല്ലെങ്കിൽ 8ൻ്റെ ക്യൂബ് റൂട്ടാണ് 2. 8ൻ്റെ ക്യൂബ് റൂട്ടാണ് 2. അപ്പോൾ 512ൻ്റെ കൂടെ വരുന്ന നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഏത് സംഖ്യയുടെ ക്യൂബാണ് 512 എന്ന് നോക്കുക. 8ൻ്റെ ക്യൂബ്, 8 3 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ 512 കിട്ടും. അപ്പോൾ 512ൻ്റെ ക്യൂബ് റൂട്ടാണ് 8. അപ്പോൾ ഇവിടെ വരേണ്ടത് 8 ആണ്. 512 ബന്ധമുള്ള സംഖ്യ 8 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 8. ഒറ്റയാൻ ഏത്? 26, 65, 85, 52, 78. അപ്പോൾ ഈ 5 സംഖ്യകളിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ ഏതെന്ന് കണ്ടെത്തണം. അപ്പോൾ ഈ 5 സംഖ്യകളിൽ 4 എണ്ണത്തിന് പൊതുവായ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഒരെണ്ണം വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒന്നിൽ കൂടുതൽ ഉത്തരം വരാം. നോക്കുക, ഈ സംഖ്യയിലെ അക്കങ്ങളുടെ തുക നോക്കുക. ഓരോ സംഖ്യയിലെ അക്കങ്ങളുടെ തുക. ഇവിടെ 6ഉം 2ഉം 8 വരും. അടുത്തതോ 6ഉം 5ഉം 11, 8ഉം 5ഉം 13, 5ഉം 2ഉം 7, 7ഉം 8ഉം 15. ഇതിലെ ഈ 4 എണ്ണം ഒറ്റ സംഖ്യകളാണ്. അതേസമയം 26ൻ്റെ അക്കത്തുക ഇരട്ടസംഖ്യയാണ് 8. അപ്പോൾ ഈ രീതിയിൽ വേറിട്ട് നിൽക്കുന്നത് 26 ആണ്. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഉത്തരമായി വരാവുന്നത് 26 ആണ്. എന്നാൽ മറ്റൊരു പ്രത്യേകത നോക്കുക, 26 എന്ന് പറഞ്ഞാൽ 2 × 13 ആണ്. 65 5 × 13 ആണ്. 52 എന്നാൽ 4 × 13 ആണ്. 78 6 × 13 ആണ്. ഓർക്കുക, 26 2 × 13 ആണ്. 5 × 13 ആണ് 65, 4 × 13 ആണ് 52, 6 × 13 ആണ് 78. അതായത് ഇതിലെ 4 സംഖ്യകൾ 26, 55, 65, 52, 78 ഇത് 4 എണ്ണം 13ൻ്റെ ഗുണിതങ്ങളാണ്. അതേസമയം 85 13ൻ്റെ ഗുണിതമല്ല.
അപ്പോൾ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ വേറിട്ട് നിൽക്കുന്നത് 85 ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബിയോ അല്ലെങ്കിൽ ഓപ്ഷൻ സിയോ ഏത് വേണമെങ്കിലും ഉത്തരമായി വരാവുന്നതാണ്. 5x + 15 = 8x + 16 = 2:3 ആയാൽ എക്സിൻ്റെ വില എന്ത്? ഇവിടെ രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെന്നാണ് നൽകിയിരിക്കുന്നത്. അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അതിലെ ആദ്യത്തെ സംഖ്യയുടെ അവസാനത്തെ സംഖ്യയുടെയും ഗുണനഫലവും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തുല്യമായിരിക്കും. അതായത് നടുക്കുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ 8x + 16 × 2, 8x + 16 × 2 സമം ആദ്യത്തെ സംഖ്യ 5x + 15 ആണ്. 5x + 15 × 3 ആയിരിക്കും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കാണാം. 2 കൊണ്ട് ബ്രാക്കറ്റിലുള്ള ഓരോന്നിനെയും ഗുണിക്കുക. 2 × 8x 16x + 2 16 32 സമം 3 കൊണ്ട് 5x ഗുണിച്ചാൽ 15x + 3 × 15 45. നമുക്ക് 15x ഇടതുവശത്തേക്ക് കൊണ്ടുപോവുക, ഈ 32 വലതുവശത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 16x - 15x സമം 45 - 32 എന്ന് വരും. 16x 15x കുറച്ചാൽ x, 45 32 കുറച്ചാൽ 13. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 13. ശരി ഉത്തരം ഓപ്ഷൻ ബി. 10 പേനയുടെ വിറ്റ വിലയും 15 പേനയുടെ വാങ്ങിയ വിലയും തുല്യമായാൽ ലാഭശതമാനം എത്ര? 10 പേനയുടെ വിറ്റ വില 15 പേനയുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭശതമാനം എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് എ സാധനങ്ങളുടെ വാങ്ങിയ വില ബി സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭശതമാനം A-B/B × 100 ആയിരിക്കും. ഓർക്കുക, എ സാധനങ്ങളുടെ വാങ്ങിയ വില ബി സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭശതമാനം A-B/B × 100 ആയിരിക്കും. ഇവിടെ 15 പേനയുടെ വാങ്ങിയ വിലയാണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് 15 കൊടുക്കുക. ബി വിൽക്കുന്ന സാധനങ്ങളുടെ എണ്ണമാണ്, അത് 10. അപ്പോൾ ലാഭശതമാനം കാണാനായിട്ട് 15 - 10/10 × 100 കണ്ടാൽ മതി. 15 10 കുറച്ചാൽ 5, അതായത് 5/10 × 100 എന്ന് വരും. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 5 × 10 50. അപ്പോൾ 50% ലാഭം. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഇനി ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. ഒരു ഉദാഹരണം എടുത്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് ഒരു പേനയുടെ വാങ്ങിയ വില, ഒരെണ്ണത്തിന് വാങ്ങിയ വില 10 രൂപ എന്ന് കരുതുക. 10 രൂപ. അപ്പോൾ 15 പേന വാങ്ങുമ്പോൾ എത്ര രൂപ ആവും? 15 × 10 150 രൂപ. ഇത് തന്നെയാണ് 10 പേനയുടെ വിറ്റ വിലയും. 10 പേനയുടെ വിറ്റ വിലയും 150 രൂപയാണ്. അപ്പോൾ ഒരു പേന വിൽക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും? 150/10, അതായത് 15 രൂപയ്ക്ക്. ഓർക്കുക, 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം 15 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ലാഭം എത്രയാണ്? 5 രൂപ. ലാഭം മുടക്ക് മുതലിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ ലാഭശതമാനം കിട്ടും. അതായത് 10ൻ്റെ എത്ര ശതമാനമാണ് 5 എന്ന് കാണുന്നത്. 10ൽ 5 × 100 കാണുക. ഇതേ വാല്യൂ തന്നെ 5 × 10 50 എന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ശരി ഉത്തരം ഓപ്ഷൻ ഡി 50%. ദിയയുടെ അച്ഛൻ്റെ ഏക മകളാണ് രാജുവിൻ്റെ ഭാര്യ. രാജുവിൻ്റെ മകനാണ് രാഹുൽ എങ്കിൽ ദിയയും രാഹുലും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ദിയ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. ദിയയുടെ അച്ഛൻ്റെ ഏക മകളാണ് രാജുവിൻ്റെ ഭാര്യ. ദിയയുടെ അച്ഛൻ്റെ ഏക മകൾ, ദിയ സ്ത്രീ ആയിരിക്കും. അപ്പോൾ ദിയയുടെ അച്ഛൻ്റെ ഒരു മകളേ ഉള്ളൂ, അത് ദിയ തന്നെയാണ്. അപ്പോൾ ദിയയാണ് രാജുവിൻ്റെ ഭാര്യ. രാജുവിൻ്റെ ഭാര്യയാണ് ദിയ. ഈ രാജുവിൻ്റെ മകനാണ് രാഹുൽ. അപ്പോൾ രാഹുലിൻ്റെ അമ്മയാണ് ദിയ. രാഹുലിൻ്റെ അമ്മയാണ് ദിയ. അപ്പോൾ ദിയയും രാഹുലും തമ്മിലുള്ള ബന്ധം എന്താണ്? ദിയയുടെ മകനാണ് രാഹുൽ എന്നുള്ളതാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ, മകൻ. ഗുണം എന്നാൽ അധികവും ന്യൂനം എന്നാൽ ഹരണവും ആയാൽ 12 × 39 - 3 ഡാഷ്. അപ്പോൾ ഗുണനത്തിൻ്റെ സിമ്പൽ അധികത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് കൂട്ടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂനം കുറയ്ക്കാനുള്ള സിമ്പൽ ഹരണത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 12 × 39 - 3 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം യഥാർത്ഥ സിമ്പൽസ് ഇവിടെ കൊടുക്കാം.
അപ്പോൾ 12 ഗുണനത്തിൻ്റെ സ്ഥാനത്ത് അധികം കൊടുക്കാം, പ്ലസ് 39 ന്യൂനത്തിൻ്റെ സ്ഥാനത്ത് ഹരണം, ഭാഗം 3. അപ്പോൾ ഹരണക്രിയ ആദ്യം ചെയ്യണം. അപ്പോൾ 12 പ്ലസ് 39 3 കൊണ്ട് ഹരിച്ചാൽ 13, 12 13 കൂടെ കൂട്ടിയാൽ 25. ശരി ഉത്തരം ഓപ്ഷൻ സി 25. 16 സ്ക്വയർ ഗുണം 3 സ്ക്വയർ റേസ്റ്റ് 4 ഡിവൈഡഡ് ബൈ 9 റേസ്റ്റ് 3 ഗുണം 4 സ്ക്വയർ റേസ്റ്റ് 3 സമം ഡാഷ്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. നോക്കുക, ഇവിടെ 3 സ്ക്വയർ ഉണ്ട്. 3ൻ്റെ സ്ക്വയർ 9 ആണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് 9 എന്ന് മാറ്റി എഴുതാം. താഴെ 9ൻ്റെ ടേംസിലുണ്ട്, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുപോലെ 16 സ്ക്വയർ ഇവിടെ ഉണ്ട്. ഇവിടെ 4ൻ്റെ സ്ക്വയർ ഉണ്ട്. 4 സ്ക്വയറും 16 തന്നെയാണല്ലോ. അപ്പോൾ ഈ 4 സ്ക്വയറിന് പകരം 16 എഴുതാം. അപ്പോൾ ഇത് 16 സ്ക്വയർ ഇൻറ്റു 3ൻ്റെ സ്ക്വയർ 9 എഴുതി, 9 റേസ്റ്റ് 4 ഡിവൈഡഡ് ബൈ 9 റേസ്റ്റ് 3 ഗുണം 4ൻ്റെ സ്ക്വയറും 16 എഴുതി, 16 റേസ്റ്റ് 3 എന്ന് വരും. ഇനി ഓർക്കുക, 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 2 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നു. 16 റേസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ 16 3 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നു. അപ്പോൾ നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതാം. 16 സ്ക്വയർ ഗുണം 9 റേസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ 9 റേസ്റ്റ് 3നെ 9 കൊണ്ട് ഗുണിച്ചതാണ്, ഡിവൈഡഡ് ബൈ 9 റേസ്റ്റ് 3 ഗുണം 16 ക്യൂബ് എന്ന് പറഞ്ഞാൽ 16 സ്ക്വയറിനെ ഒരു തവണ 16 കൊണ്ട് ഗുണിക്കുന്നു. ഇതാണ് വരുന്നത്. അപ്പോൾ 9 ക്യൂബ് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. 16 സ്ക്വയർ രണ്ടിടത്തും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പിന്നെ മിച്ചം 16 9. അപ്പോൾ ഉത്തരം 16 9. ശരി ഉത്തരം ഓപ്ഷൻ എ.